ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു സദ്യ സ്പെഷ്യൽ പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറുപയർ പരിപ്പെടുത്ത് വറുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിന്നിവിടെ ഒരു കുക്കറിലാണ് ഈ പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ പരിപ്പ് ചേർത്ത് കൊടുക്കുക. കുക്കർ മൂടി അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു 5 വിസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ അരപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്: 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, 3 അല്ലി ചെറിയ ഉള്ളി, അര ടീസ്പൂൺ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1 കപ്പ് തേങ്ങ ചിരകിയത്. അരപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ അടിച്ചിട്ട് വരാം. ഇതുപോലെ നല്ലതുപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ അരച്ചുകൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പരിപ്പും അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് കറിയുടെ തിക്നെസ്സിന് അനുസരിച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക. വീണ്ടും ആവശ്യമെങ്കിൽ അല്പം കൂടി വെള്ളം ചേർക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം കറി ആവശ്യത്തിനുള്ള തിക്നെസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മിക്സ് ചെയ്ത കറി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒരുപാട് വെട്ടി തിളക്കിയൊന്നും വേണ്ട. ചെറിയൊരു കറി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തിളയ്ക്കാതെ നോക്കുക. തിളയ്ക്കാൻ പാടില്ല. അല്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. ചെറുതായിട്ട് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നെയ്യ് ഉള്ളത് കൊണ്ടാണ് ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ കുറച്ച് കറിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് താളിക്കലോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമുക്ക് ഗ്യാസ് ഓഫാക്കി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം.